ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കോളൂ. അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ യൂട്യൂബ് ചാനലിടുന്നത്. കുറേ ദിവസം എന്ന് പറഞ്ഞാലും പോലെ മാസമായിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഇപ്പോൾ വീഡിയോ പുതിയത് ഇടാൻ പോകുകയാണ്. നമുക്ക് നമ്മളെ യൂട്യൂബ് ചാനലൊന്ന് പൊടി തട്ടി എടുക്കണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിശ്വസിക്കണം. നമ്മളെ വാച്ച് ടൈമും എല്ലാതും പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ ആദ്യം മുതലൊക്കെ തുടങ്ങിയെടുക്കണം. അപ്പോൾ ചെറിയ തിരക്കുകളിൽ പെട്ടതുകൊണ്ട് ഇടാനോ കാര്യങ്ങൾക്കൊന്നും പറ്റിയിരുന്നില്ല. കുഞ്ഞ് ഇടണമെന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഇടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ശ്രമിച്ച് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അലങ്കോലമായി കിടക്കണം റൂമും കാര്യങ്ങളൊക്കെ. അപ്പോൾ റൂമൊക്കെ ഒന്ന് ശരിയാക്കാനാണ് കരുതിയിരിക്കുന്നത്. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം എന്നുണ്ട്. കുറേ മടക്കി തുണികളായിക്കോട്ടെ കുറേ മടക്കിയിട്ടിരിക്കുന്നുണ്ട്, കുറേ മടക്കാതെ ഇരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കണത്. കുറേ അവിടെ ഇവിടെയും കിടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കണം എന്നുണ്ട്. പിന്നെ കുറേ ഒതുക്കി വെക്കാനുണ്ട്, അതൊക്കെ ശരിയാക്കണം. തുണികളൊക്കെ അവിടെ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ശരിയാക്കണം. അപ്പോൾ ഫസ്റ്റുള്ള റൂമും വൃത്തിയാക്കി കഴിഞ്ഞിട്ടുള്ള റൂമും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് സ്റ്റെയറിന്ന് ഇങ്ങനെ കയറിയിട്ട് കാണുന്ന റൂമാണ് ഞങ്ങളെ റൂം. അപ്പോൾ റൂമിൽ കയറുമ്പോഴുള്ള അവസ്ഥ കാണിച്ചു തരാം. അവിടെ ഇവിടെയൊക്കെ അങ്ങനെ അലങ്കോലായി കിടക്കുകയാണ്. സൗണ്ട് കേൾക്കുന്നുണ്ടല്ല, ഫാൻ ഓഫ് ആക്കുക. ആകെ അലങ്കോലായി കിടക്കുകയാണ്. ഇവിടെയൊക്കെ ശരിയാക്കണം. കുറേ തുണികൾ മടക്കിയിട്ടുണ്ട്, കുറേ തുണികൾ മടക്കാതെ ഉണ്ട്. ഇവിടെയൊക്കെ ഇതാ ഈ തുണിയൊക്കെ അലങ്കോലായി കിടക്കുകയാണ്. ഇത് പിന്നെ എന്നും എടുക്കുന്ന തുണികളാണ്, എന്നും ഇങ്ങനെ വീട്ടിലിടുന്ന തുണികളാണ്. ഇവിടെ ഇങ്ങനെ കുറേ കോലം കെട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കണം. അപ്പോൾ നമുക്ക് ശരിയാക്കാൻ തുടങ്ങാം. പിന്നെ കുറേ ഇവിടെ ആകെ കുളമായി കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനെ അവിടെ ഇവിടെ എടുത്ത് വെക്കുന്നതാണ്. ഇവിടേക്ക് ഒന്ന് നമുക്ക് ശരിയാക്കാം. ഇവിടെ ശരിയാക്കാൻ കാര്യമായിട്ടൊന്നുമില്ല. ഇതൊക്കെ ഇവിടെ ഉള്ളതാണ്. ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ അങ്ങനെ ഇട്ടിട്ട് അവിടെ ഇവിടെ വെക്കണം. എന്താ രണ്ടെണ്ണം വെച്ചിട്ട് ഇത് കഴിഞ്ഞു. ഇത് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുതിയതൊന്ന്, ഇത് കഴിഞ്ഞു, ഇതിൻ്റെ പുതിയത് ഇത് കഴിഞ്ഞു, ഇതിൻ്റെ പുതിയത് അങ്ങനെ കുറേ നിൽക്കുന്നുണ്ട്. ചെറിയൊരു ഭാഗം എന്നും വൃത്തിയിൽ കാണണം, ഇല്ലെങ്കിൽ ഒരു തൃപ്തി ഉണ്ടാവില്ല. എന്നും എടുക്കുന്ന ഭാഗങ്ങളായതുകൊണ്ട് അതിങ്ങനെ വൃത്തിയില്ലാതെ കാണുമ്പോൾ ഒരു ചൊറുക്കുണ്ടാവില്ല, ഒരു പിന്നെ രസം ഉണ്ടാവില്ല. അപ്പോൾ പഴയത് ബാക്കി കടയിൽ കുറച്ചും കൂടി ഉണ്ട്, ഇട്ട് കഴിഞ്ഞിട്ട് പുതിയത് എടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ചെറിയ മിനി വേസ്റ്റ് ബാസ്ക്കറ്റ് പേപ്പറൊക്കെ ഉണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പിന്നെ സൂചി അതോ ചാടി പിന്നെ ഇവിടെ കിടക്കണ കോലം കണ്ടില്ലേ. കുറേ ഉള്ളതും ഇല്ലാത്ത കുറേ സാധനങ്ങളുണ്ട്. നമുക്ക് ഫോണിൽ ഞാനിവിടെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. കുറേ വേണ്ടാത്ത ഷർട്ടുകളൊക്കെ വെച്ചിരുന്നു, അതൊക്കെ സെറ്റാക്കി. കുറേ എൻ്റെ ഡ്രസ്സുകളൊക്കെ കുത്തിക്കൊള്ളിച്ചിട്ടുണ്ട്.
കണ്ടോ കുറേ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളും ഇതൊക്കെ എൻ്റെതാണ് കണ്ടോ. ഇതൊക്കെ ഞാൻ ഇതുമ്പോൾ കുത്തിക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് ഇനി നമുക്ക് ദൈവമാകും. ഞാൻ ഇന്നലെ വൃത്തിയാക്കി ഇവിടെ കുളയുന്നു ഇത് ഞാൻ വൃത്തിയാക്കി ഇന്നലെ. പിന്നെ കുറേ നമ്മൾ മേലെ മാറാലൊക്കെ തട്ടി ഒക്കെ ശരിയാക്കിയിട്ടുണ്ട്. മേലെയും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയതാണ്. ഈ ഒരു ഏരിയ ഇന്നലെ വൃത്തിയാക്കി. ഇതിൻ്റെ എന്താ വാച്ചിൻ്റെ പെട്ടി, ഇത് ഇയർപോഡിൻ്റെ പെട്ടി, ഇത് വളറ പെട്ടി, ഇത് ഫോൺ കവറിൻ്റെത്, പിന്നെ കുറേ മരുന്നും കാര്യങ്ങളും എന്തോ 8 കാലി അങ്ങനെ കളയണമല്ലോ. ഇപ്പോൾ ഇന്നലെ തട്ടിയപ്പോൾ അവിടെ കണ്ടില്ലല്ലോ. നമുക്കിതും കൂടെ തട്ടാം. കടക്കേക്ക് ചാടിയോ? ഇല്ല, പോയി വിചാരിക്കും. നമുക്ക് ഇവിടെ കൊടുക്കാണ്ട് അവിടെയൊക്കെ ശരിയാക്കി ഇവിടെ ഒന്ന് ഒതുക്കണം. ഇത് നമുക്ക് വേസ്റ്റ് കൊട്ടയിലിടണം. വേസ്റ്റ് പാത്രത്തിൽ. ഇത് വേസ്റ്റ് അല്ലേ? ഇതിങ്ങനെ വെക്കണത് എന്താ ഇത് കണ്ടോ? ഇതിൽ ഷൂവും കാര്യങ്ങളാണ്. ഇതിൽ ചെരുപ്പും കാര്യങ്ങളുമാണ് ഇതിൽ. ഇതിങ്ങനെ വെക്കണത് പൊടിയും ചളിയും ആവാതിരിക്കാനാണ്. ഇതൊക്കെ തിരുമ്പാനുള്ളതാണ്. ഇങ്ങനെ ഇട്ട് വയ്ക്കുക. ഇതൊക്കെ എൻ്റെ മാപ്പിളുടെ പണിയാണ്. ഇതൊക്കെ കൊണ്ടുപോയി തിരുമ്പണം. നമുക്ക് ബെഡ് വിരിക്കാം. ഏറെക്കുറെ ഒക്കെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി 2 ഷെൽഫ് നമ്മൾ ക്ലീൻ ആക്കണോണ്ട് ഒരു കാര്യമില്ല. ഈ ഷെൽഫ് ക്ലീൻ ആക്കിയിട്ടൊരു കാര്യമില്ല. ഇതിപ്പോൾ ക്ലീൻ ആക്കിയാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും പിന്നെ ആകെ കൊളാകും. അപ്പോൾ നമ്മൾ ക്ലീൻ ആക്കാതിരിക്കണതാണ് നല്ലത്. അപ്പോൾ എന്നും ഇങ്ങനെ വലിച്ചെടുക്കാണ്ട്. പിന്നെ ഇവിടുത്തെ ഷെൽഫിനൊരു പ്രത്യേകത ഉണ്ട്. കാരണം പ്രത്യേകതയല്ല, തുണി പുറത്തേക്കല്ല ഉള്ളിലേക്കാക്കാരം. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാലേ ഇപ്പം ഉണ്ടോ ഇങ്ങനെ തുണികളൊക്കെ വെക്കണത് ഇങ്ങനെ ബാക്കൊക്കെ മാറി എത്ര മടക്കി വെച്ചാലും ഇതിങ്ങനെ ബാക്കിലൊരു കുഴിയാണ്. കണ്ടോ ഇങ്ങനെ ബാക്കിൽ കുഴിയുള്ളതുകൊണ്ട് കണ്ടോ ഒക്കെ ഇങ്ങനെ ഇതൊക്കെ മടക്കി വെച്ച സാധനങ്ങളാണ്. പക്ഷെ ഒക്കെ ബാക്കൊക്കെ ഇങ്ങനെ വലിച്ചു വിട്ടാലും ബാക്കൊക്കെ ഇങ്ങനെ പോകും. നിറയെ സ്പേസ് ഉണ്ടോ? ഇതൊക്കെ കണ്ടോ എത്ര ഉള്ളിലേക്കാക്കി വെച്ചാലും അങ്ങോട്ട് തന്നെ അവസ്ഥ. അങ്ങനെ പിന്നെ നമുക്ക് ഈ ഒരു കള്ളി ശരിയാക്കാം. ഇതാകെ ബാഗും കാര്യങ്ങളൊക്കെ അത് ശരിയാക്കാം. നമുക്ക് ബാഗൊക്കെ ഈ കവർക്കാക്കി വെക്കാം. ആദ്യത്തെ ഒരു ബാഗ് ഞാൻ പ്ലസ് ടൂവിൽ കൊണ്ടുപോയിരുന്നതായിരുന്നു. പ്ലസ് ടൂക്കല്ല, കോളേജിൽ കൊണ്ടുപോയിരുന്നതായിരുന്നു. അങ്ങനെ നമുക്ക് ചളിയൊക്കെ ഉണ്ട്, കഴുകണം.
ഐഡിയ ബൈക്ക് അവിടെ തോന്നില്ല. നമുക്കിങ്ങനെ മടക്കിയിട്ട് മടക്കണ്ടി ഇത് ഞാൻ മദർസേക്ക് കൊണ്ടുപോയി വേഗം എന്താ ഡാഡി കൂടെ മദർസേക്ക് കൊണ്ടുപോയി ഈ ബാഗ് പിന്നെ ഇത് മിഠായിനെ പടന്ന് പോടുന്നത് മിഠായിന് സാധനങ്ങളാകുമ്പോൾ അപ്പോൾ പടന്ന് പോടുന്ന ബാഗാണ്. ഇതൊന്നും ഇത് മിഠായിന് ഓടുന്ന ബാഗ്. പിന്നെ ഇത് സ്ലിം ബാഗ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ബാഗ്. പിന്നെ അത് പെട്ടി ബാഗ്. സ്ലിം ബാഗ് ഇതൊരു ട്രെൻഡുണ്ടായിരുന്നല്ലോ അപ്പോൾ വാങ്ങിയതാണ്. രണ്ടോ കുറച്ചുകൂടെ കുഞ്ഞെടുത്തോ. ആ ഷെൽഫ് ഒതുങ്ങി. അവിടെ കുറേ ബുക്കും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇവിടെ കുറേ റെക്കോർഡുണ്ട്. റെക്കോർഡ് ഇനി എഴുതാതിരിക്കണം, കുറച്ചും കൂടി ഉണ്ട് എഴുതാതിരിക്കണം. അവിടേക്ക് ഒന്ന് ഒതുങ്ങി, ഇവിടേക്ക് ഒന്ന് ഒതുങ്ങി. ഇതാ ബെഡ് സെറ്റായി, അവിടെ കടന്നീന്നൊക്കെ സെറ്റായി, ഇവിടെ ചെരുപ്പുകൾ സെറ്റായി. ഞാൻ ആകെ 2 തുണിയാണ് ഷെൽഫ് തന്നെ ഉള്ളൂ. നമുക്ക് പിന്നെ ശരിയാക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടത്തോടെ അവസാനിപ്പിക്കുകയാണ്. ജസ്റ്റ് ഒരു റൂം ക്ലീനിങ്ങിൻ്റെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഏത് തരത്തിലുള്ള വീഡിയോസാണ്, എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ അങ്ങനെ ഇടാൻ നമുക്ക് ശ്രമിക്കാം. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു ക്ലീനിങ് ഡേ. നമ്മൾ യൂട്യൂബ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഇനി പറ്റണ പോലെയൊക്കെ വീഡിയോസ് ഇടാം, എല്ലാതും ഇടാം. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബായ്.